ക്രിസ്മസിന് ദിവസം ഒരു വ്ളോഗ് എടുക്കാമെന്നങ്ങ് വിചാരിച്ചു. അപ്പം നമ്മുടെ ഒരു ഫാമിലി, ഇവിടുത്തെ ഒരു ഫാമിലി നമുക്ക് കിയാരയ്ക്ക് ഗിഫ്റ്റായിട്ട് അയച്ചൊരു ക്രിസ്മസ് ക്രിബാണ് ഈ കാണുന്നത്. അത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് ഇവിടെ ജർമ്മനിയിൽ 24th നൈറ്റ് ആയിരിക്കും മാസ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടുത്തെ ഒരു ഫാമിലിയുടെ കൂടെ ആയിരുന്നു നമ്മുടെ ക്രിസ്മസ് ഡേയുടെ അന്നത്തെ ലഞ്ച്. അപ്പോൾ നമ്മളവിടെ ലഞ്ച് കഴിക്കാനൊക്കെ പോയി. ഇങ്ങനെ കുറച്ച് ബിറ്റ്സൊക്കെ ഉണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു ചേർച്ചിൽ മലയാളം മാസമൊക്കെ ഉണ്ടായി. അതിന് ശേഷം ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ബിറ്റാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. ഇത് ആപ്പിൾ തിരാമിസു ആണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ സ്ഥലം ഉണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട്. പിന്നെ അതിനുശേഷം നമ്മൾ പള്ളിയിലേക്ക് പോയി. നമ്മുടെ ഹോളി മാസ് കഴിഞ്ഞിട്ടായിരുന്നു ക്രിസ്മസ് പ്രോഗ്രാംസൊക്കെ. അപ്പോൾ അതൊരു 2 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ വലിയവരുടെ ഡാൻസും അതുപോലെ കുഞ്ഞു കുട്ടികളുടെ സ്കിറ്റ്, കാരൽ സോങ്. അപ്പോൾ അതിൽ എനിക്കൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞു കുട്ടികളെ ചെറുതായിട്ട് കുറച്ച് കാരൽ സോങ്സും ഡാൻസൊക്കെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റി. സോ അതിൻ്റെ കുറച്ച് മിനിറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് ജിംഗിൾ ബെൽസ് ഡാൻസാണ്. അപ്പോൾ ഇത് എനിക്ക് നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. കുട്ടികളുടെ കൂടെ ശരിക്കും കുട്ടികൾ തന്നെയായിരുന്നു ഡാൻസ് കളിക്കേണ്ടിയിരുന്നത്. സോ നമുക്ക് കുറച്ച് ദിവസം പ്രാക്ടീസിനുണ്ടായുള്ളൂ. അപ്പം കുറച്ചും കൂടി കോൺഫിഡൻസ് വരട്ടെയെന്ന് വിചാരിച്ച് ഞാൻ നിന്നതാണ്. ബട്ട് അവരായിരുന്നു മെയിൻ ഫോക്കസ്. അപ്പം അതും എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാരണം കുട്ടികളുടെ കൂടെ നിന്ന് നമ്മൾ അവരെ പഠിപ്പിക്കുക, അവരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മൊമെൻ്റായിരുന്നു. പ്രത്യേകിച്ച് ഈ ക്രിസ്മസും. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എനിക്കും ഭയങ്കര സ്പെഷ്യലായിരുന്നു.